ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പുകാലം എന്നത് ദൈവം നമ്മോട് പ്രത്യേകമായി സംസാരിക്കുന്ന ഒരു സമയമാണ്. നോമ്പ് വെറും ഭക്ഷണം വിട്ടുനിൽക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് കൂടുതൽ അടുത്താക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന ചിന്ത ക്രിസ്തു അഭിഷിക്തൻ എന്നതാണ്. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. യേശു നസ്രയത്തിൽ പ്രസംഗിച്ചപ്പോൾ ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കാനും ബന്ദികളായവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനുമാണ് താൻ വന്നത് എന്ന് പറയുന്നു. അതിലൂടെ നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് വെളിച്ചമാകണമെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ആശ്വാസവും കരുത്തും നൽകുന്നതാകണം. വേദനിപ്പിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പുതിയ പ്രത്യാശ നൽകുകയും ചെയ്യുമ്പോൾ നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകത്തിൽ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലും നാം പോകുന്നിടത്തെല്ലാം സമാധാനവും സ്നേഹവും പ്രത്യാശയും വിതറുന്നവരാകട്ടെ. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.